ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി വീട്ടിൽ മാത്രമുള്ള സമയത്ത് തന്നെ കുറച്ച് പ്രായം ചെന്ന ദമ്പതിമാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ മുഖത്ത് ദിവസങ്ങളായുള്ള അലച്ചിലിന്റെ ക്ഷീണവും മനസ്സിൽ എന്തോ ഒരു വലിയ ഭാരവും നിഴലിച്ചിരുന്നു. അവരെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആരാന്ന് ചോദിക്കും ചന്ദ്രമതി. അവര് പറഞ്ഞിട്ട് മോളെ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നും വരുന്നതാണ്. ആ വൃദ്ധൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന കല്യാണി മോളുടെ വീടല്ലേ? കല്യാണി എന്ന പേര് കേട്ട് ചന്ദ്രമതി ഒന്ന് അമ്പരന്നു. കല്യാണിയോ? ഇവിടെ അങ്ങനെ ഒരാളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോ അഡ്രസ്സ് മാറിയതായിരിക്കും. അയ്യോ അങ്ങനെയല്ല. ആ സ്ത്രീ തിടുക്കത്തിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ബാഗ് തുറന്ന് അതിൽ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ഒരു ഫോട്ടോ പുറത്തെടുത്തു. അതല്പം മങ്ങി തുടങ്ങിയ ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു. അതിലേക്ക് നോക്കി അവർ ചന്ദ്രയോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മരുമകൾ കല്യാണി. അവളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ മകനായിരുന്നു. ചന്ദ്രമതി അലസമായി ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. അടുത്ത നിമിഷം അവരുടെ കാലുകൾക്ക് താഴെ ഭൂമി പിളർന്നു പോകുന്നത് പോലെ തോന്നി. ആ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി അത് മറ്റാരും ആയിരുന്നില്ല, തന്റെ മകൻ സുധിയുടെ ഭാര്യ ശ്രുതിയായിരുന്നു. ചന്ദ്രമതിയുടെ മുഖം വിളറി വെളുക്കുന്നത് കണ്ട് ആ വൃദ്ധൻ പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഒരസുഖം വന്ന് മരിച്ചു പോയതാണ്. അതിനുശേഷം മരുമകളെയും പേരക്കുട്ടിയെയും കുറിച്ച് ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. അവരെ ഒരുപാടായിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നു. ഒടുവിലാണ് കല്യാണി ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അവിടുത്തെ അഡ്രസ്സ് വെച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം. ഞങ്ങളുടെ പേരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതെന്നൊക്കെ പറയട്ടെ അവര്. ചന്ദ്രമതിക്കാണെങ്കിൽ വാക്കൊന്നും തന്നെ പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരുടെ ചെവിയിൽ ആ വൃദ്ധന്റെ വാക്കുകളായിരുന്നു. സ്വന്തം ഹൃദയമിടിപ്പായിരുന്നു മുഴങ്ങിക്കേട്ടത്. പേരക്കുട്ടിയോ? അപ്പോൾ ശ്രുതിക്കൊരു കുട്ടിയുണ്ടോ? അവൾ ഇതിനു മുൻപ് വിവാഹിതയായിരുന്നോ? 1000 ചോദ്യങ്ങൾ ഒരുമിച്ച് അവരുടെ ഉള്ളിലേക്ക് ഇരിച്ചു കയറി. നിങ്ങൾ പറയുന്നത്? ചന്ദ്രമതിയുടെ ശബ്ദമിടറി. അപ്പോഴാണ് ആ സ്ത്രീയുടെ കണ്ണുകൾ ചന്ദ്രമതിയുടെ വീടിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഫ്രെയിമിലേക്ക് നീണ്ടത്. അതിൽ സുധിയും ശ്രുതിയും വിവാഹ വസ്ത്രത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു. അതാ കല്യാണി. അവർ വിരൽ ചൂണ്ടി. അവൾ വേറെ വിവാഹം കഴിച്ചോ? നിങ്ങളാണോ അവിടെ ഇപ്പോഴത്തെ അമ്മായിയമ്മ? ആ ചോദ്യം ഒരു ചാട്ടവാർ അടി പോലെയാണ് ചന്ദ്രമതിയുടെ മേൽ പതിച്ചത്. എല്ലാം വ്യക്തമായിരുന്നു. താൻ എത്ര മനോഹരമായാണോ തകർന്നത്. സച്ചി തുടക്കം മുതലേ പറഞ്ഞിരുന്നതാണ് ശ്രുതിയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. അവൾക്കൊരു മറുവശമുണ്ടെന്ന്. താനന്ന് വാശി പിടിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. തന്റെ മകന്റെ ജീവിതം തന്നെയാണ് താൻ അറിഞ്ഞുകൊണ്ട് ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടത്. നാട്ടുകാരറിഞ്ഞാൽ, വീട്ടുകാരറിഞ്ഞാൽ, തന്റെ അമ്മായിയമ്മ അറിഞ്ഞാൽ തന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പില്ലേ? അതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചന്ദ്രമതിയുടെ ഭാവം മാറി. ശാന്തതയ്ക്ക് വൈമാറി ദേഷ്യവും അപമാനവും ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഇതെന്റെ മരുമകളാണ്. ഇവളുടെ പേര് ശ്രുതി എന്നാണ്, കല്യാണി എന്നൊന്നുമല്ല. ഇവൾക്ക് വേറെ കല്യാണമോ കുട്ടിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം. അന്നേരം ആ വൃദ്ധൻ പറയുന്നത്, അല്ല മോളെ, ഇത് ഞങ്ങളുടെ കല്യാണി തന്നെയാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ചന്ദ്രമതിക്ക് ദേഷ്യം വന്ന് പറഞ്ഞിട്ട്, നിങ്ങളോട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാനാ ഞാൻ പറഞ്ഞത്. വെറുതെ ഇവിടെ വന്നിട്ടൊരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത്. ഇറങ്ങിപ്പോയിക്കോ മര്യാദക്ക്. ആ വൃദ്ധ ദമ്പതികൾ പരസ്പരം നോക്കി. അവരുടെ പ്രതീക്ഷയുടെ അവസാനത്തെ തിരുനാളവും അണഞ്ഞിരുന്നു. അപമാനിതരായി തളർന്ന കാലടികളോടെ അവർ വീടിന്റെ പടിയിറങ്ങി. പോകുന്ന തിരക്കിനിടയിൽ അവർ കൊണ്ടുവന്നിരുന്ന ആ പഴയ വിവാഹ ഫോട്ടോ സത്യത്തിൽ അത് ഒരേ ഒരു തെളിവായിരുന്നു. ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങാൻ അവരത് മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ ആ ആഘാതത്തിൽ ചന്ദ്രമതി അത് തിരികെ കൊടുക്കാൻ ഓർത്തില്ല. അവർ പോയ വഴിയെ കുറെ നേരം നോക്കി നിന്ന ശേഷം ചന്ദ്രമതി ദേഷ്യത്തോടെ വാതിലടച്ചു. അവരുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് അവർ തുറച്ചു നോക്കി. അപ്പോൾ എല്ലാം സത്യമാണ്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടി? എന്റെ മോന്റെ ജീവിതം തകർക്കാൻ വന്നവളാണ് നീയെ. എടി, അപ്പോ ഇതൊക്കെ നീ ഇത്ര കാലം കെട്ടിച്ചമച്ച നാടകമായിരുന്നു അല്ലേ? ചന്ദ്രമതിയുടെ ഉള്ളിൽ ക്രോധം ആളിക്കത്തി. അവർ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ നിമിഷവും അവരുടെ ദേഷ്യം കൂടിക്കൂടി വന്നു. ശ്രുതി വീട്ടിലേക്ക് വരുന്നതും കാത്ത് ചന്ദ്രമതി അമ്മ ഒരു വേട്ടമൃഗത്തിന്റെ ക്ഷമയോടെ ഇരുന്നു. സന്ധ്യ മയങ്ങിയ നേരത്താണ് അന്ന് ശ്രുതി വീട്ടിലേക്ക് എത്തിയത്. പതിവില്ലാതെ വീടിനുള്ളിൽ ആകെ അസ്വസ്ഥമായൊരു നിശബ്ദത താളം കെട്ടി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഹാളിൽ ചന്ദ്രമതി അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീ ഒന്ന് വന്നേ. ചന്ദ്രമതിയുടെ ശബ്ദം കനത്തിരുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചന്ദ്രമതിയുടെ മുഖഭാവം ശ്രുതിയിൽ ഭയം നിറച്ചു. എന്താ ആന്റി, എന്തു പറ്റി?
ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലടച്ച ശേഷം അവർ ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. എടി, നിന്റെ പഴയ കാലത്തെക്കുറിച്ച് എനിക്കൊന്നറിയണം, ചന്ദ്രമതി മുഖവിരയില്ലാതെ പറഞ്ഞു. അത് കേട്ടതോടുകൂടെ തന്നെ ശ്രുതി ഒന്ന് ഞെട്ടി. എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാൻ ആന്റിയോടെല്ലാം പറഞ്ഞതാണല്ലോ. എനിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വേറെ വിവാഹം കഴിച്ച് മലേഷ്യയിലാണ്. പിന്നെ എന്റെ അമ്മ മരിച്ചുപോയി. എടി, അതൊന്നല്ലടി ഞാൻ ചോദിച്ചത്. ചന്ദ്രമതി അവളുടെ വാക്കുകൾ മുറിച്ചു. ഞാൻ ചോദിച്ചത് നിന്റെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ചാണ്. ആദ്യത്തെ വിവാഹം? ആ വാക്ക് കേട്ടതോടുകൂടി തന്നെ ശ്രുതിയുടെ ശരീരം ആകങ്ങനെ മരവിച്ചതുപോലെയായി. ആന്റി, ആന്റി എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കിതിനു മുൻപ് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം ചന്ദ്രമതി ഒന്ന് പുച്ഛത്തോടെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫോട്ടോ നോക്കിയിട്ട് നിന്റെ കൂടെ നിൽക്കുന്നത് ഇതാരാണെന്ന് നീ തന്നെയൊന്ന് എനിക്ക് പറഞ്ഞു തന്നേ. ചന്ദ്രമതി തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശ്രുതിയുടെ ആ ഒരു പഴയ വിവാഹ ഫോട്ടോ ശ്രുതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആ ഫോട്ടോ കണ്ട നിമിഷം ശ്രുതിയുടെ കണ്ണുകൾ ഇരുണ്ടുപോയി. തന്റെ ഭൂതകാലം താൻ കുഴിച്ചു മൂടിയെന്ന് വിശ്വസിച്ച ആ സത്യം ഇപ്പോൾ കൺമുന്നിൽ തന്നെ. ഈ ഫോട്ടോ ഇതെങ്ങനെ ആന്റിയുടെ കയ്യിൽ വന്നു? അന്നേരം ചന്ദ്രമതിക്ക് ദേഷ്യം വരാണ്. ചന്ദ്രമതി ചോദിക്കുന്നത്, എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ചന്ദ്രമതിയുടെ ശബ്ദം ഉയർന്നു. ഫോട്ടോ കണ്ടപ്പോൾ നിന്റെ കണ്ണ് കലങ്ങിയല്ലോ. നിനക്കെന്താടി? നിനക്കറിയാത്ത ആളാണ് നിന്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ നീ അറിയില്ലെന്ന് പറഞ്ഞാ പോരെ. പറയടി, ആരാ ഇത്? അന്നേരം ശ്രുതിയുടെ വാക്കുകൾ ഇടറി. അത് പിന്നെ ആന്റി, അത് ഞാൻ... നിർത്തടി, ചന്ദ്രമതി അലറി. ഞാൻ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് നിന്നോട് ചോദിക്കുന്നത്. എന്നിട്ടും നീ എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണല്ലേ. നീ ഇത്ര നാളും എന്നെ ചതിക്കുമായിരുന്നല്ലേടി. നിനക്കിതിനു മുൻപ് കല്യാണം കഴിഞ്ഞതാണല്ലേ. നിനക്കൊരു കുട്ടിയുണ്ടല്ലേ. ചന്ദ്രമതിയുടെ ഓരോ ചോദ്യവും തീക്കുന്തങ്ങൾ പോലെയാണ് ശ്രുതിയുടെ നെഞ്ചിലേക്ക് തറച്ചു കയറിയത്. ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചന്ദ്രമതിയുടെ കാൽക്കലേക്ക് അങ്ങ് വീണു. ആന്റി, ആന്റി എന്നോട് ക്ഷമിക്കണം. അവൾ പൊട്ടിക്കരഞ്ഞു. എല്ലാ കഥയും ഞാൻ കേൾക്കണം. പറയടി, എല്ലാം പറയടി. എന്താടി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ചന്ദ്രമതിയുടെ ശബ്ദം അപ്പോഴും ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അന്നേരം കണ്ണീരിനിടയിലൂടെ തന്നെ ശ്രുതി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. എന്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടം വീട്ടാൻ വേണ്ടി അമ്മ എന്നെ ഒരു ബലിയാടാക്കുകയായിരുന്നു. എനിക്ക് വെറും 18 വയസ്സുള്ളപ്പോഴാണ് എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരു വൃദ്ധനെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചത്. അതിൽ എനിക്കൊരു മകനുമുണ്ട്. അത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി ആകങ്ങനെ ഷോക്കായി നിൽക്കണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, എന്റെ മകൻ ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അസുഖം വന്ന് മരിച്ചു. എനിക്കിഷ്ടമില്ലാത്ത ജീവിതമായിരുന്നു അത്. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത. എന്റെ മകനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്നും ഓടിപ്പോന്നു. സ്വന്തം കാലിൽ നിൽക്കണം, പുതിയൊരു ജീവിതം തുടങ്ങണം. അതായിരുന്നു എന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. സുധിയെ കണ്ടപ്പോൾ സുധിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. പക്ഷേ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ സുധി എന്നെ സ്വീകരിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ആന്റി ഞാൻ എല്ലാം മറച്ചു വെച്ചത്. ചന്ദ്രമതിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരട്ടോ. എന്നിട്ട് എവിടെയടി നിന്റെ മകൻ? അവൻ എവിടെയെന്ന് ചോദിക്കും. ആന്റി, അവനിപ്പോ എന്റെ അമ്മയുടെ കൂടെയാണ്. സച്ചിയും രേവതിയും ഇടയ്ക്ക് ഇവിടേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാറില്ലേ, ആദി, അവനാണ് എന്റെ മകൻ എന്ന് പറയും. എന്നാൽ ആ വാക്ക് കേട്ടതോടുകൂടെ തന്നെ ചന്ദ്രമതി ആകെ തകർന്നു പോയി. ആദി, ആ പാവം കുട്ടി, അവൻ ശ്രുതിയുടെ മകനാണോ? ചന്ദ്രമതിക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്നെക്കുറിച്ചും എന്റെ മോനെക്കുറിച്ചും വിചാരിച്ചത്? ചന്ദ്രമതിയുടെ ദേഷ്യം അണപൊട്ടി. എന്റെ മകൻ, അവൻ നീലുവിന്റെ കൂടെ 1 വർഷം കൂടെ ജീവിച്ചതാണെന്ന സത്യം നിന്നോട് തുറന്നു പറഞ്ഞിട്ടല്ലേ നിന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ട് നീ എല്ലാം മറച്ചു വെച്ചു. എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് കെട്ടിയെഴുന്നള്ളി. അന്ന് കടയിൽ വെച്ച് നിന്റെ മകന് ഡ്രസ്സ് എടുത്തോ എന്ന് ആ കടക്കാരൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിരുന്നു. അത് അന്വേഷിക്കാത്തത് എന്റെ തെറ്റ്. നിന്നെ ഈ വീട്ടിൽ മരുമകളായി കൊണ്ടുവന്നത് ഞാനാണ്. അതിന്റെ ശിക്ഷ ഇനി ഞാൻ അനുഭവിച്ചേ പറ്റൂ. ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യവും സങ്കടം കൊണ്ട് വിറച്ചു. എടി, ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിടേണ്ടതാണ്. പക്ഷേ ഈ സത്യമെങ്ങാനും പുറത്തറിഞ്ഞാ പിന്നെ എന്റെ അമ്മായിയമ്മയുടെ സച്ചിയുടെ രേവതിയുടെ മുഖത്ത് നോക്കി പിന്നെ ഞാൻ എങ്ങനെ നോക്കും? നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ പിന്നെ ഈ വീട്ടിൽ നാണം കെട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം തൽക്കാലം നീ ഇവിടെ നിന്നോ. പക്ഷേ ഈ സത്യം എന്റെ മകൻ ശ്രുതി അറിഞ്ഞാ പിന്നെ അവൻ നിന്നെ ഒരിക്കലും വാഴിക്കില്ല. അത് കേൾക്കുന്ന സമയത്തിന്റെ ശ്രുതി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട്, ആന്റി വേണ്ട, ശ്രുതിയോടൊരിക്കലും ഇത് പറയരുത്. ശ്രുതിയില്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല ആന്റി. എന്നെ ശ്രുതിയിൽ നിന്നും അകറ്റരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ചന്ദ്രമതിയുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി കരയാണ്.
എന്നാൽ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ശ്രുതി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ചന്ദ്രമതിയുടെ മുഖമാണെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവർ ശ്രുതിക്ക് നേരെ വിരൽ ചൂണ്ടി. നീ തന്നെ പറ, നീ തന്നെ നിന്റെ ഭർത്താവിനോട് പറ. എന്ത് സത്യമാണെങ്കിലും നീ അവനോട് തുറന്നു പറ. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതി അമ്പരപ്പോടെ ശ്രുതിയെ നോക്കി. എന്ത് സത്യം? എന്താ ശ്രുതി, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശ്രുതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. ഒരു വശത്ത് തന്നെ വെറുപ്പോടെ നോക്കി നിൽക്കുന്ന അമ്മായിയമ്മ, മറുവശത്താണെങ്കിൽ ഈ സത്യമൊന്നും തന്നെ അറിയാതെ നിൽക്കുന്ന തന്റെ പ്രാണനാഥൻ. ശ്രുതി, അവൾ വിതുമ്പി. ശ്രുതി, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നിൽ നിന്നും ഒരു ചെറിയ സത്യം മറച്ചു വെച്ചു. എന്ത് സത്യം? ശ്രുതിയുടെ നെഞ്ചിൽ ഒരു ഭയം മുളപൊട്ടി. ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവന്റെ കാൽക്കലിലേക്ക് വീണു. ശ്രുതി, എനിക്ക് ഇതിനു മുൻപ് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മകനുണ്ട്. ശ്രുതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതി ഒരു പ്രതിമയെ പോലെ നിശ്ചലമായി നിന്നു. ശ്രുതിക്കാണെങ്കിൽ പെട്ടെന്ന് ശ്രുതിയുടെ ഈ ഒരു വാക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, നമ്മുടെ ആദിയില്ലേ, രേവതിയും സച്ചിയും ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുള്ള ആദി, ആ ആദി എന്റെ മകനാണ്. ആ വാക്കുകൾ ആ മുറിയിൽ അങ്ങ് തങ്ങി നിന്നു. ശ്രുതിയുടെ ലോകം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞിരുന്നു. തറയിൽ വീണ് കരയുന്ന ശ്രുതിയെയും വിജയെ പോലെ നിൽക്കുന്ന അമ്മയെയും അവൻ മാറി മാറി നോക്കി. ആ മുറിയിലെ നിശബ്ദത ഭേദിച്ച് ശ്രുതിയുടെ തേങ്ങലുകൾ മാത്രമായിരുന്നു. എന്നാൽ ശ്രുതിക്ക് ഇതിനു മുൻപൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നും അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നറിയുന്നതോടുകൂടി തന്നെ ശ്രുതിക്ക് പിന്നെ ശ്രുതിയോട് ഭയങ്കര വെറുപ്പായിരിക്കും. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ശ്രുതിയെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.